ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഈശ്വരൻ്റെ ഭക്തമക്കൾ, അതായത് പരമാത്മാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും. എല്ലാ മക്കൾക്കും ഭഗവാന്റെ കൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യം, രോഗശാന്തി, ഈശ്വരകൃപ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. മക്കളെ, നമുക്കിന്ന് 1-2 ഖണ്ഡിക വായിച്ച് അതിനെ നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളെല്ലാം എന്താ എന്ന് അറിയാൻ. ഈ സർവ്വ സൃഷ്ടികളും പരമാത്മാവിൻ്റെ ഏക ബീജമാണ്. ഇവിടെ ഒന്നും, ഈ സൃഷ്ടിയിൽ ഒരു അണു പോലും ഈശ്വരൻ്റെ ബീജമല്ലാത്ത ഒന്നും തന്നെ ഇവിടെ ഇല്ല. സർവത്ര സർവത്തിനു ഏക ബീജം. സർവത്ര സർവത്തിനും ഏക ബീജം ഭഗവാനാണ്. നീ സർവമെന്നുള്ളത് സത്യമത്രേ. ഇത് സത്യമായ ഉണ്മയാണ്, പരമാത്മാവിടെ ഉള്ളതാണ്. അത് സർവത്തിനും ഏകബീജം പരമാത്മാവ് തന്നെ, സർവം നീ തന്നെയാണ് എന്നുള്ള സത്യമായ കാര്യം. എല്ലാം അടങ്ങുന്നിതു നിന്നിലെന്നാൽ നിശ്ചഞ്ചലം നീ പരമാർത്ഥ വസ്തു. എല്ലാം അടങ്ങുന്നു പരമാത്മാവിൽ. നാം എല്ലാവരും ഇപ്പോൾ പ്രളയം വരുമ്പോൾ സർവ്വതും ഭഗവാന്റെ ഉദരത്തിലേക്ക് വഹിക്കുന്നു. പാലാഴിയിൽ വസിക്കുന്ന പരമാത്മാവായ ഭഗവാൻ നാരായണൻ നമ്മളെ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തുണ്ടോ ഇത് മൊത്തവും ആ ഭഗവാനിലേക്ക് വഹിക്കുന്നു, ആവാഹിക്കുന്നു നമ്മളെ മൊത്തത്തിൽ. അപ്പോൾ സർവത്ര സർവത്തിനും ഏക ബീജം, ഒരേ ഒരു ബീജമാണ് സർവ്വ പ്രാണികളിലും സർവ്വത്തിലും സർവ്വസസ്യങ്ങളിലും വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലെല്ലാം പരമാത്മാവിൻ്റെ ഏക ബീജമാണ്. നീ സർവമെന്നുള്ളത് സത്യമത്രേ. എല്ലാം അടങ്ങുന്നിതു നിന്നിൽ എന്നാൽ നിശ്ചഞ്ചലം നീ പരമാർത്ഥ വസ്തു. എന്നാലോ സർവ്വതും പരമാത്മാവിൽ അടങ്ങുന്നു. എന്നാൽ ഇവിടെ നിശ്ചഞ്ചലമാണ്, ചലിക്കാത്തതാണ് പരമാർത്ഥ വസ്തു. നിഷ്കള പരബ്രഹ്മമായിരിക്കുന്ന ആ വസ്തു ചലിക്കത്തുമില്ല. ചലിക്കാത്ത പരബ്രഹ്മമാണ്, അതായത് നിഷ്കള പരബ്രഹ്മമാണ്, ചലിക്കത്തില്ല. എന്നാൽ സർവ്വതും ആ പരമാത്മാവിൽ അടങ്ങുന്നു. നമ്മളെല്ലാവരും പരമാത്മാവിൽ അടങ്ങുന്നു. അപ്പോൾ നമുക്ക് എല്ലാം ഈശ്വരൻ്റെ ബീജമല്ലേ നാം എല്ലാവരും. ജീവാത്മകൻ നീ ശിവനായതും നീ. നമ്മളിൽ എല്ലാവരും ഇരിക്കുന്ന ആത്മാവ്, ജീവാത്മാവ്, ഏത് ജീവനുള്ളതിലും ഒക്കെ പരമാത്മാവിൻ്റെ ആ അംശമാണ് ജീവാത്മകൻ. നമ്മളെല്ലാവരിലും ഉണ്ട് ഭഗവാൻ. ജീവാത്മകൻ നീ, പരമാത്മാവാണ് ജീവാത്മകനായിട്ട് നിൽക്കുന്നത്. ശിവനായതും നീ, അപ്പോൾ ആ പരമാത്മാവ് തന്നെയാണ് നമ്മളിൽ വസിക്കുന്ന ആ പരബ്രഹ്മ വസ്തുവായിരിക്കുന്ന ശിവ, ആ മംഗളസ്വരൂപൻ, അതും നമ്മളിലുണ്ട്. അതും ഭഗവാൻ തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. നീ മായ, നീ ശക്തി, സമസ്ത വീര്യം. അപ്പോൾ നീ മായ, ഭഗവാന്റെ മായയാണ്, ഭഗവാന്റെ ശക്തിയാണ് നമ്മൾ വസിക്കുന്ന പരാശക്തി, കുണ്ടലിനി ശക്തി. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ പരമാത്മാവിൻ്റെ ഭാര്യയായിരിക്കുന്ന മഹാമായ പരാശക്തി, അതും നീ തന്നെ, പരമാത്മാവ് തന്നെ. അപ്പോൾ ശിവ, സഹസ്രാര പത്മത്തിലിരിക്കുന്ന ശിവ, അതും നീ തന്നെ, ഭഗവാൻ പരമാത്മ നിശ്ചല വസ്തു പരബ്രഹ്മം തന്നെ. അതുകൊണ്ട് ജീവാത്മകൻ നീ, ശിവനായതും നീ, നീ മായ, നീ ശക്തി, സമസ്ത വീര്യം, ബന്ധം ച മോക്ഷം ച സമാധിയും നീ. അപ്പോൾ ബന്ധവും എന്താണ്? നമ്മളെല്ലാവരും ബന്ധപ്പെട്ട് കിടക്കുക. ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ഇങ്ങനെ കോർത്ത് കെട്ടി പിണഞ്ഞിടക്കുക നമ്മുടെ ബന്ധങ്ങൾ. എന്നാലോ മോക്ഷവും നീ തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും ഒരു ഭഗവാന്റെ പരമാത്മാവിൻ്റെ ഏക ബീജത്തിലുണ്ടായതെല്ലാം ഇവിടെ കുരുങ്ങി കെട്ടിട്ട് വെച്ചേക്കുന്നു, ബന്ധപ്പെട്ട് കിടക്കുന്നു. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അമ്മാവൻ, ഇങ്ങനെ എല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വീട്, ധനം, ഇതൊക്കെ കോർത്തിട്ടേക്കുക. എന്നാലോ ഇതിൽ നിന്ന് വിടുവിച്ച് മോക്ഷത്തിലേക്ക് പോകുന്നതും ആ നീ തന്നെ, ഭഗവാൻ തന്നെ, പരമാത്മാവ് തന്നെയാണ് ബന്ധവും മോക്ഷവും. അപ്പോൾ ഇത് രണ്ടും അവിടുന്ന് തന്നെയാണ്. സമാധിയും, ബന്ധം ച മോക്ഷം ച സമാധിയും നീ. അപ്പോൾ മോക്ഷമാണ് പരമാത്മാവിലേക്ക് ലയം, അതാണ് മുക്തി എന്ന് പറയുന്നത്, അതും ഭഗവാൻ തന്നെ. സമാധി എന്ന് പറയുന്നത് അതാണ്. ഇപ്പോൾ എല്ലാവരും സമാധി ഇരുന്ന് എന്താ പറയുക, പല യോഗാഭ്യാസികളും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ആത്മാരാമനായി
സർവ്വതും ഭഗവാനായി രമിച്ച് ഒന്നായി തീർന്ന സമാധിയാണ് ചേർച്ച. അപ്പോൾ പരമാത്മാവ് ലയിക്കുക അത് സമാധിയാണ്, മോക്ഷം തന്നെയാണ്. അവിടെ എന്താ പറയുന്നത്, പത്മാസനത്തിൽ ഇരിക്കണമെന്നോ ശ്വാസോച്ഛ്വാസം പിടിക്കണമെന്നോ ഒന്നുമില്ല. ഈശ്വരനോട് ചേരുക, അതാണ് യോഗം. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ചയാണ്. അപ്പോൾ അത് ഭക്തിയോഗത്തിൽ തന്നെ നമുക്ക് അങ്ങനെ യോഗിയാകാം. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്, അച്ഛൻ അങ്ങനെയല്ല, അച്ഛൻ യോഗാഭ്യാസത്തിൽ കൂടെ യോഗിയായത്. അത് അമ്മ ഭക്തിയോഗവും അച്ഛൻ ഇതെല്ലാം അറിഞ്ഞ് ഒരു ശാസ്ത്രം എങ്ങനെ അതുപോലെ എല്ലാം അറിഞ്ഞ് എല്ലാം ഭക്തിയും എല്ലാം കൂടി ചേർന്ന് ഉള്ള ഒരു സമാധി തന്നെയാണ് അത് നേരത്തെ കൂട്ടി അറിയാൻ സാധിച്ചു. എന്നാൽ ഭക്തിയോഗത്തിലും അറിയാൻ സാധിക്കും. അമ്മയ്ക്ക് അറിയാമായിരുന്നു, പക്ഷേ ഒരു മക്കളോട് പറയത്തില്ലല്ലോ. അങ്ങനെയായിരുന്നു അത്. അങ്ങനെ എനിക്ക് അറിയാവുന്ന, ഞാനത് മനസ്സിലാക്കിയതാണ്. അമ്മയുടെ ഓരോ ലക്ഷണങ്ങൾ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, പക്ഷേ എൻ്റെ അടുത്തുള്ള ഒരാൾ അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അമ്മ വാ തുറന്നിട്ടില്ല, കണ്ണ് തുറന്നിട്ടില്ല. ഒരു അല്പം ഒരു ശകലം, ഒരു കണ്ണിൻ്റെ അല്പം, അത് ഉച്ചപൊട്ടി പണി യോഗ പഠിക്കണം. അതുകൊണ്ട് അങ്ങനെയാണ് അമ്മയുടെ ആ ജീവൻ്റെ ഭഗവാനിലേക്ക് പോയത്. അപ്പോൾ ബന്ധവും മോക്ഷവും സമാധിയും ആരാ? പരമാത്മാവാണ്. അപ്പോൾ സർവം ച നീയേ പരമാർത്ഥ വസ്തു. സർവം, ഈ ലോകത്തിലെ സർവ്വതും, ബന്ധവും മോക്ഷവും സമാധിയും സർവവും നീയേ പരമാത്മാവ് തന്നെയാണ്. അതാണ് ഇതിൽ പറയുന്നത്. ജീവാത്മകൻ നീ, ശിവനായതും നീ, നീ മായ, നീ ശക്തി, സമസ്ത വീര്യം. അപ്പോൾ നമ്മളിലിരിക്കുന്ന വീര്യവും നമ്മളിലിരിക്കുന്ന മായ, ശക്തി, സ്വരൂപിണിയായിരിക്കുന്ന പരാശക്തി, ശിവ, ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ട്. അതുതന്നെയാണ് ആ ഞാനായവൻ ഞാനാകുന്നു. ആ പരബ്രഹ്മ വസ്തു നമ്മൾ തന്നെ ആകുന്നു. അത് നമ്മൾ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ എല്ലാം ആ ഭഗവാനാണ് നമ്മുടെ ദേഹത്തിൽ കുടികൊള്ളുന്നത്. ഇതെല്ലാം പരമാത്മാവ് നിശ്ചലമാണ് താനും. ഈശ്വരൻ നിശ്ചല വസ്തു പരബ്രഹ്മമാണ്. എന്നാൽ ഇതെല്ലാം ഭഗവാൻ ലയിക്കുന്നു. എല്ലാം അവിടെ ആവാഹിച്ച് മൊത്തവും ഭഗവാൻ തന്നെ അടങ്ങുന്നു നമ്മളെല്ലാവരും. ജീവാത്മകൻ നീ, ശിവനായതും നീ, നീ മായ, നീ ശക്തി, സമസ്ത വീര്യം. ബന്ധം ച മോക്ഷം ച സമാധിയും നീ, സർവം ച നീയേ പരമാർത്ഥ വസ്തു. പക്ഷേ നമുക്ക് ഈശ്വരനെ പ്രത്യക്ഷമാക്കണമെങ്കിൽ കുണ്ടലിനി ശക്തി ഉണരുക എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ പ്രയാസമാണ്. പക്ഷെ കഴിഞ്ഞ ജന്മം കുറേ സുഹൃതം ചെയ്ത് ഇതിനെപ്പറ്റി പഠിച്ചവർക്ക് എളുപ്പമാണ്. കാരണം നമുക്ക് അത്രമാത്രം ആർത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. കഴിഞ്ഞ ജന്മത്തെ ബാക്കി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് തോന്നും മുമ്പന്മാരാകുന്ന അങ്ങനെയാണ്. ഒരുപാട് കാലം കൊണ്ട് തപസ് ചെയ്താലും കിട്ടാത്ത ആ പ്രത്യക്ഷ രൂപം നമുക്ക് കാണുന്നത് എന്താ? നമ്മൾ കുറച്ച് നാൾ തപസ്സും ധ്യാനവും എന്താ പറയുക, അതിനൊരു മുങ്ങിച്ചാവുന്നതാണ് ഒരു വെപ്രാളമൊക്കെയാണ്. അതിനുവേണ്ടി ഉരുണ്ട് വെപ്രാളം എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഒരു വേദന, വിഷമം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് നമുക്ക് രണ്ടും കൽപ്പിച്ചുള്ളൊരവസ്ഥ വന്നു ചേരുക നമ്മുടെ ഉള്ളിൽ. അതെന്തിനാ? അവിടെ നിന്ന് അങ്ങ് ഇപ്പം ഒരു പ്രസവ വേദന വരുന്നത് പോലെ തന്നെയാണ്. അത് പ്രസവത്തിൻ്റെ വേദന എങ്ങനെയാണ്? അത് സഹിക്കാൻ പറ്റാത്ത വേദന. അതുപോലെ തന്നെ പരമാത്മാവിനെ ലയിക്കാൻ, ആനന്ദിക്കാൻ അതിനൊരു വെമ്പലുണ്ട്. അതൊരു വല്ലാത്തൊരു വെമ്പലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവർക്കാണ് പെട്ടെന്ന് ഈ ഭഗവാനിൽ ലയിക്കാനും പ്രത്യക്ഷമാവാനും പറ്റും. പക്ഷെ അതുകൊണ്ട് നമുക്ക് തോന്നും ഇത്രയൊക്കെയല്ലേ ഉള്ളായിരുന്നു, ഒരുപാട് മുനിമാർ ഒരുപാട് നാളുകൊണ്ട് തപസ്സായിട്ട് കിട്ടാത്തത് നമുക്ക് എളുപ്പം കിട്ടിയില്ല. കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ ജന്മമേ ചെയ്തു വച്ചേക്കുന്നു. അതുകൊണ്ട് ബാക്കി കൂടെ ചെയ്താൽ മതി. എന്നാലും വെറുതെ കയറിഞ്ഞ് വരത്തില്ല. നമ്മൾ കുട്ടിനാൾ തൊട്ടേ ഇതിനെ പ്രയത്നിച്ച് വിവരങ്ങൾ വർദ്ധിച്ച് ഈശ്വരൻ്റെ അറിവുകളും ഒക്കെ കുറേ നേടി വരുമ്പോഴാണ് നമുക്ക് എടുത്തൊരു കവിട്ടക്കം വരുന്നത് പോലെ ഒരു കവിട്ടക്കം. അതിന് വേണ്ടി ഒരു വെപ്രതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദന, ഒരു വെപ്രാളമാണ്. ഈശ്വരനെ കിട്ടിയേ അടങ്ങുന്നുള്ള അങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത്. അല്ലാതെ വെറുതെ ഇതൊന്നും നിസ്സാരമായി കിട്ടുന്ന ഒന്നല്ല. അത്രത്തോളം കാഠിന്യമേറിയ കാര്യം കൊണ്ടേ നടക്കത്തുള്ളെന്ന് എനിക്ക് മനസ്സിലറിയാം. പക്ഷേ ഇതുപോലെയാണ്. എളുപ്പം വേണോ കഴിഞ്ഞ ജന്മത്തെ? അതുകൊണ്ടാണ് ഞാൻ ഈ ജന്മം നമ്മൾ കുറേ ചെയ്തു വെച്ചാലെങ്കിലും അടുത്ത ജന്മം നമുക്ക് ഈശ്വരൻ പ്രത്യക്ഷമാകും. അതിൻ്റെ പ്രയത്നം നമ്മൾ പ്രയത്നിച്ച് വെക്കണം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇത്രയും എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. കാരണം ഇതറിയണമല്ലോ. നമ്മൾ തപസ്സും അല്ലെങ്കിൽ ആ ഭഗവത് കൃപ പ്രത്യക്ഷമാവുക ഇതൊക്കെ നിസ്സാരമാണെന്ന് തോന്നരുത്. ഇത് വളരെ കഠിനമായ, അത്ര നമ്മുടെ ഹൃദയം വെട്ടിപ്പൊളക്കുന്ന ഹൃദയവേദനയാണ്. ആ ഒരു വേദന നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല. അപ്പോഴാണ് നമ്മൾ എവിടെ പോട്ട്, പ്രാർത്ഥനയ്ക്ക് പോട്ടോ എങ്ങോട്ട് പോട്ടോ എവിടെ പോയാലും വേണ്ടിയല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എവിടെയും. കാരണം പരദാഹം വന്നാൽ നമ്മൾ ഏത് കടയിലും കയറി ചായ കുടിക്കുമല്ലോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുമല്ലോ, അവിടെ ജാതി മതം നോക്കാറേ ഇല്ല. അതുപോലെ ഈ ഒരു മരണവെപ്രാളം പോലത്തെ ഒരു വെപ്രാളം, അങ്ങ് മരണവെപ്രാളം അല്ല, അതുപോലൊരു വേറൊരു വെപ്രാളമാണ്.
ആത്മവേദന എന്ന് പറയും. അതെന്തിനു വേണ്ടിയാ? ആ ഒരുക്കം നമ്മളിൽ ഇരിക്കുന്നതിനെ ഈ പിന്നെ പൂർണ്ണ ഗർഭിണികൾ എന്തിനാ ഒരു വെപ്രാളം പ്രസവത്തിന് വേണ്ടി. അതുപോലെ പരമാത്മാവിൽ ലയിക്കാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് ഈ വെപ്രാളം. അത് വരുന്നാൽ മാത്രമേ പ്രത്യക്ഷമാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു തന്നില്ലെങ്കിൽ അറിയത്തില്ലല്ലോ എന്ന് കരുതിയ എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എങ്ങനെയാണ്? ഈശ്വരനോട് പ്രാർത്ഥിക്കണം ആദ്യമേ. ഭഗവാനെ എനിക്കും അങ്ങനെ ആകണം. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ വേദന വരത്തുള്ളൂ. ഉള്ളിൽ വേദന വന്നെങ്കിലേ നമുക്ക് അത്രത്തോളം വിളിക്കാനൊക്കെ ഈശ്വരനെ. ആ വേദന വന്നെങ്കിൽ മാത്രമേ, കാരണം പ്രസവത്തിൻ്റെ വേദന വന്നെങ്കിലേ പ്രസവിക്കാൻ പറ്റൂ. അതുപോലെ നമ്മൾക്കുള്ളൊരു ഉള്ളിലെ ഒരു വേദന വരണം. അതിനെങ്ങനെ വരണം? ഈശ്വരൻ വരുത്തണം. അതിന് ഭഗവാനെ എനിക്കും ആ ഭക്തിയും വർദ്ധിക്കണം, ഭഗവാനെ ലയിക്കാൻ എനിക്കും ആ ഒരു വരം തരണമേ. ഭക്തി വർദ്ധിക്കാനും ഈശ്വരനെ അറിയാനും പ്രത്യക്ഷമാക്കാനുള്ള ഉള്ളിലൊരു വേദന എനിക്കും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നാലേ നമുക്ക് അതിഭയങ്കരമായ കാഠിന്യമായ ഭക്തി വന്നു ചേരും. അപ്പോഴാണ് നമുക്ക് എന്തും കൽപ്പിച്ച് എല്ലാം വിട്ടെറിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും അങ്ങ് പോകണം, എവിടെയെങ്കിലും ഒരു പ്രാർത്ഥന പങ്കുകൊള്ളണം, എന്തൊക്കെ കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ദാഹം ഉണ്ടാവും. ആ ഒരു പരദാഹം എന്ന് പറഞ്ഞാലും മാറത്തില്ല, ഒരു 100 പരദാഹം പറഞ്ഞാലും പറ്റത്തില്ല. അതാണ് അങ്ങനെ ഒരു അവസ്ഥയായി മാറണം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഒരു മുറിയുടെ 2 ഭിത്തി ഇടിച്ച് അങ്ങേ ഭിത്തി ഇടിച്ചിട്ട് ഇങ്ങേ ഭിത്തിയിൽ ഇടിക്കും. ഉരുണ്ട് നിലവിളിയാണ്. ഒരു ദിവസമോ 2 ദിവസമോ അല്ല. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞും കൂടായിരുന്നു. അത് പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടതിന് ശേഷമാണ് അന്ന് തന്നെ ആ ഒരു പകല് മാത്രം പ്രാർത്ഥിച്ചു. രാത്രി 10 മണിക്കകത്ത് പരമാത്മാവ് പ്രത്യക്ഷമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ വെമ്പൽ പോലെ ഇരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.